കേരളക്കര ആദ്യമായിട്ട് എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ ഫോൺ ഇവിടെ കണ്ണ് അടിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. എനിക്ക് എടുക്കത്തില്ല ചേച്ചി. എനിക്ക് എന്താ എനിക്ക് സംസാരിക്കാൻ ഇപ്പൊ എല്ലാരും കേൾക്കുമല്ലോ. ഇവളാണെങ്കിൽ ഇപ്പൊ ഒരാൾ സംസാരിക്കുമായിരിക്കും. 2 മിനിറ്റ് ആയെങ്കിൽ ഇവർക്ക് മൂഡ് മാറി കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ ശരിയാടാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫ്ലൈറ്റ് മോഡൽ അങ്ങ് ഇട്ട് മാറ്റി വെക്കും. പറഞ്ഞ തല്ലിപ്പൊളികളിൽ 2 പേർ, ഷൈനുവും മുള്ളൻ ചന്ദ്രപ്പൻ. ഞാൻ ആദ്യം കണ്ട വീഡിയോ അതാണ്. ഞാൻ സ്കൂളിൽ +2 പഠിക്കുമ്പോൾ ഞാനൊരു ബെഞ്ച് പൊട്ടിച്ചായിരുന്നു. കളിക്കുന്ന വഴിക്ക് ആമ്പിള്ളേരോട്ട് എയർബന്ത് കളിച്ച്. അപ്പൊ ഞങ്ങളുടെ HM വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ബെഞ്ച് പൊട്ടിയിട്ടുണ്ട്, മോളാണ് പൊട്ടിച്ചത്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ പപ്പ പൊറോട്ട എല്ലാം ആയിട്ട് വരുവാ. എന്നിട്ട് പപ്പ വന്നിട്ട് ഇങ്ങനെ ടീച്ചറെ വിളിക്കുമ്പോൾ എനിക്കിവിടെ വരാൻ പറ്റത്തില്ല, ടീച്ചറിന്റെ നമ്പർ ഇങ്ങോട്ട് ഇട്ടാൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു. ചാച്ചന് ഈ പിന്നെ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ അടിക്കുമല്ലോ, ചെറുതായിട്ട് കൂടുമല്ലോ. അപ്പം പപ്പ എന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ചാച്ചനം എന്തോ ചാക്കോ കുടുംബമായിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, ഒന്നുമില്ലെങ്കിൽ ഒരു നല്ലൊരു തങ്കം പോലത്തെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ, എന്തോ വേണമെന്നൊക്കെ പറഞ്ഞ് എന്റെ മുന്നിൽ വെച്ചേ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോ പപ്പ ചാക്കോ എപ്പോഴാ മോളെ ചായ വേണ്ട, 2 കാലി ഗ്ലാസ് മതി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ചാച്ചൻ എന്നുള്ള വിളി എപ്പോഴാ തുടങ്ങിയത്? എന്താ ചാച്ചൻ വിളിക്കാൻ കാരണം? ചാക്കോന്ന് വിളിച്ച് അത് ചാച്ചൻ ഓൾറെഡി എന്നെക്കാളും 6 വയസ്സ് മൂത്തതാ. പിന്നെ ചാച്ചന് എല്ലായിടത്തും ഇത് ചെന്ന് അറിയാത്തവരോട് വരെ പറയും 29 വയസ്സുണ്ട് കേട്ടോ. അത് എനിക്ക് 28 വയസ്സേ ഉള്ളൂ. അത് 29 വയസ്സുണ്ട് കേട്ടോ. 29 വയസ്സ്. ചാച്ചൻ 30+ ആയിരിക്കും ഏജ് എന്ന് ഓർത്താണ് ഞാൻ എന്നെ കണ്ടപ്പോ തീരെ ചെറുത്. പിന്നെ എന്റെ ലൈഫില് ഞാൻ ആദ്യമായിട്ട് ഇത്ര ഏജ് ഗ്യാപ്പ് ഉള്ള ഒരാളെ പ്രണയിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്നെക്കാൾ 1 വയസ്സ് മൂത്തത്, അല്ലെങ്കിൽ എന്റെ സെയിം പ്രായം, അങ്ങനെ ഞാൻ നോക്കാറ്. ഇതിപ്പോ എന്നെക്കാൾ ഒത്തിരി മൂത്തതുമാണ്. പിന്നെ ഒത്തിരി മൂത്തത് വേറൊരു കാര്യമുണ്ട്. ഇവളോടെ പോകുമ്പോ ഞാൻ ഇളയതാന്നേ പറയുന്നത് അല്ലേ? അതെ അതെ അതെ, സെയിം വൈബാ. സെയിം വൈബാ. അതെ അതെ. അപ്പൊ ആദ്യമായിട്ട് ഇത്ര ഏജ് ഡിഫറൻസ് പൊതുവെ ഞാനും കേട്ടിട്ടുണ്ട്. ഒരു 3 വയസ്സ് കൂടുതലായാലും പ്രശ്നമില്ല, ഇത്രയും വയസ്സ് ഡിഫറൻസ് വരുമ്പോ നമ്മുടെ ചിന്താഗതി അവരുടെ ചിന്താഗതിയും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ജീവിച്ച് കാണിക്കുന്നവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ചാക്കോയ്ക്ക് അങ്ങനെ ഭയങ്കര ഏജ് ഡിഫറൻസ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്? ഇല്ല. അപ്പൊ കൊറേ കാര്യം എന്റെ കൺട്രോൾ ചെയ്ത് ഇവളാ. എന്റെ ഞാൻ ഇങ്ങനെ ആയത് ഇവള് കാരണം ഞാനിങ്ങനെ ചാടിത്തുള്ളി ഫ്രണ്ട്സ് കൂട്ടുകാര് ഭയങ്കര വീട്ടിലൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വീട്ടിലൊരു 1-2 ആഴ്ച കഴിഞ്ഞേ കേറത്തുള്ളൂ. ഇവള് വന്ന പിന്നെ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഞാൻ എങ്ങനെയാണെന്നറിയോ, വണ്ടി എടുത്ത് അവിടെ പോയി പൊക്കും. ഞാൻ എവിടെയാണോ അവിടെ വന്ന് പോകും. ചാച്ചൻ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ വീട്ടുകാരോടൊക്കെ പറയും ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളത് ഒരു വിവരം കൊടുക്കരുത്. ഞാനിങ്ങനെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അപ്പൊ ചാച്ചന്റെ അമ്മ ഞാൻ ഇവനെ തപ്പി ഇറങ്ങാൻ നേരം ചാച്ചന്റെ അമ്മ വാതിക്കൽ ഇങ്ങനെ കൈവെക്കേണ്ടി അല്ല ഇവളെ കാണുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ മറ്റേ കൊച്ചുപിള്ളേരെ എന്നെ കാണുമ്പോഴേ ചാച്ചന്റെ കൂട്ടുകാർ തെറിക്കും. അവരാരും മൈൻഡ് പോലും തരത്തില്ല. ചാച്ചൻ ആക്സിഡന്റ് ആയപ്പോ കുറച്ച് കൂട്ടുകാർ ആശുപത്രി കാണാൻ വന്നേ. അപ്പൊ ചാച്ചന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് മോളെ ഇത് ഞാനില്ല കേട്ടോ, ഞാൻ കാണാൻ വന്നത്. മോനെ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി ഇങ്ങനെ എന്റെ കൂടി ഇങ്ങനെ അതുവരെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇവളങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മോളെ ഞാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഇവനെ ചുമ്മാ ഒന്ന് കാണാൻ പോണേ ശരിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പുള്ളി. അല്ലെങ്കിൽ അവർക്ക് ചീത്ത കേൾക്കുന്നത് അവർക്ക് 100% ഉറപ്പാണ്. അല്ല എല്ലാവർക്കും അറിയാം, എന്റെ ഫ്രണ്ട്സിനെ എല്ലാം അറിയാം. അവള് ഇത്ര എന്ന് വെച്ചാൽ നല്ല അത്ര അറ്റാച്ച് ആയിട്ടുള്ളവർക്ക് അറിയാം അവൾ അത്ര ഉള്ളു. ഇവിടെ സ്വഭാവം എല്ലാം അറിയാം. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഇപ്പൊ ആരും അങ്ങനെ വിളിക്കാറില്ല വലുതായിട്ട്. അപ്പൊ ഞാൻ പപ്പായെ പോയി പൊക്കിയിട്ടുണ്ട്. പപ്പായും എന്നെ എനിക്കൊന്നും പപ്പായും എടാ പോടാ അങ്ങനത്തെ ഒരു ഇതാ. പുള്ളി അങ്ങനെ തന്നെ ഇവിടെ നിങ്ങൾ അറിയേയില്ല, ഒരു ക്ലൂ പോലും ഒരു ക്ലൂ ഇല്ല. ഇപ്പൊ നമുക്ക് അറിയൂല്ലോ അല്ലെ? ഇപ്പൊ അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോത്തില്ല, പൊക്കാനുള്ള അവസരം ഇനി വീട്ടിൽ തന്നെ ഇരിക്കാതൊക്കെ. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ് ആയി. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ കമന്റ് വെച്ചാൽ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ആണ് അല്ലെ? ഇപ്പൊ ഭയങ്കര കോമൺ ആണ്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ റെയർ ആയിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ ലിവിങ് ടുഗദറിൽ ഇപ്പൊ കുറെ പേര് അതിന് ഇപ്പം നല്ലതാണ്, കാരണം നമുക്ക് കെട്ടിക്കഴിഞ്ഞാലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുള്ളൂ എന്നാണ് അല്ലെ? സ്നേഹിക്കുന്ന സമയത്ത് പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എടുക്കാൻ ഞങ്ങള് ഏകദേശം ഞങ്ങളെ വീട്ടുകാർ ഓക്കെ ആയപ്പോ തന്നെ അവർക്ക് കുഴപ്പമില്ല. അവര് തന്നെയാണ് ഞങ്ങൾക്ക് വന്ന് എഗ്രിമെന്റും എല്ലാം ഈ വീടിന്റെ വന്നത്. ചാച്ചന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കൂടെ വന്നിട്ട് കാരണം അവർക്ക് ഓക്കെ ആയിരുന്നു. അവര് തമ്മിൽ സംസാരിച്ച് നമുക്ക് ഇത് തന്നെ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു ടൈം വേണമായിരുന്നു. അതിന് നമ്മള്
എത്ര ഒരു 1 ഇയർ. 1 ഇയർ. ശരിക്കും എന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പ്രേമിക്കുന്നതിനൊന്നും വലിയ പാടില്ല. പ്രേമിക്കാം. ചേച്ചി കമ്പി കേട്ടോ, ഭയങ്കര പാടാ. പ്രേമിക്കുമ്പോ നമുക്ക് അതിനകത്ത് വലിയ ഇതല്ല. പക്ഷെ നമുക്ക് ഒരാളെ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഇതിന്റെ അകത്ത് എല്ലാവരും ഈ കൊണ്ടുവരുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ശരിക്കും നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തില് ഈ സെക്ഷൽ എന്നുള്ളത് ഒരു 3ാമത്തെ പാർട്ടാണ് ഞാൻ കാണുന്നത്. ഫസ്റ്റ് ഞാൻ കാണുന്നത് നമ്മള് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് ഒരുപോലെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ള. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രണയിക്കുന്ന പിള്ളേർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കാരണം കാലം അത്രയും അപ്ഡേറ്റ് ആയി. പക്ഷെ ഈ ഫീലിങ്സ്, അതായത് ഇമോഷൻസ് ആരും അങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. അത് ഒരുമിച്ച് നമ്മൾ നിന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഒരിക്കലും ഉടനെ കണ്ടൊരാളെ കയറി കെട്ടിയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അവരെങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ പ്രേമിക്കുന്ന പോലെ അല്ലല്ലോ കല്യാണം. അപ്പൊ ഇത് കല്യാണത്തിലേക്കാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നപ്പം ഞങ്ങൾക്ക് തന്നെ തീരുമാനിച്ചു നമ്മൾ എന്തായാലും ഒരുമിച്ച് നിന്ന് നമ്മുടെ എല്ലാ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാന്നുള്ള രീതിയിലാണ്. നമ്മൾ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, കഴിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. പിന്നെ ചാച്ചനാണ് ഒരാഴ്ചയോളം എന്നെ കാണാൻ ഡെയിലി കൊച്ചി ടു ചെങ്ങന്നൂര് അങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ. അപ്പൊ പപ്പ പറഞ്ഞ സ്ഥിരമായിട്ട് നിനക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒരുമിച്ച് നിന്നോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് തുടങ്ങിയത്. അല്ലെങ്കിൽ ചേച്ചൻ തിരിച്ചു പോയേനെ. നല്ല പേരൻസ് ആയിട്ടോ, നല്ല ബ്രോഡായിട്ട്. എല്ലാവരുടെയും വിചാരം നിങ്ങൾ പേരൻസിനോടൊന്നും പറയാതെ അറിയാണ്ട് അതെ ലിവിങ് ടുഗദർ ചെയ്യുന്ന എല്ലാവരും ഇന്ന് തന്നെ പേരൻസിനോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിച്ച് പ്രേമിക്കുന്ന ഒരു ആശയം വന്നിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ കള്ളത്തരം, ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തില് ഓണസ്റ്റ്ലി ഞാൻ പറയാം, എനിക്ക് 22 വർഷമുണ്ട്. ഞാൻ ഒരാളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് സങ്കടം വരുന്ന കാര്യം ചെയ്യാനോ കള്ളത്തരങ്ങൾ കാണിക്കാനോ ഞാൻ ഇന്നുവരെ നിന്നിട്ടില്ല. എനിക്ക് എന്തുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഞാനിപ്പോ ഈവൻ പപ്പയോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നാൽ തന്നെ പപ്പ പറയും എന്താ പറയാനുള്ള വേഗം പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ സ്കൂള് തൊട്ടേ പപ്പ ഇങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങള് വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ പപ്പ ഇങ്ങനെ ഞങ്ങളെ കേൾക്കാനിരിക്കും. കാരണം ഞങ്ങളുടെ 3 വേറെ പ്രശ്നങ്ങളും പപ്പായ്ക്ക് അറിയാം. കൂടുതലും പപ്പായ്ക്ക് എന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കാതെ തന്നെ പപ്പായ്ക്ക് അങ്ങോട്ട് ചെല്ലും. ചേച്ചിയും ആങ്ങളെയാണെങ്കിൽ അവര് എന്നെക്കാൾ എൻ്റർലി ഡിഫറെന്റ് രണ്ടുപേരും. അവര് ഒരാൾ എന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇവരെവിടെങ്കിലും രണ്ടുപേരും കൂടെ പോകുമ്പോ എന്നെ കൊണ്ടുപോകത്തില്ല. അവര് പറയും പപ്പ ഇവളെ ഞങ്ങൾ കൊണ്ടുപോകത്തില്ല കേട്ടോ, ഞങ്ങൾക്ക് പോകുന്ന വഴി സമാധാനം വേണം. ഞാൻ ഈ വഴിയിൽ അറിയാവുന്നവരൊക്കെ, നമുക്ക് അറിയാവുന്നവരെ നമ്മൾ കൈ കാണിക്കണമല്ലോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവര് അറിയാത്തവരെയും കൈ കാണിക്കും. ഞാൻ ഇപ്പൊ വണ്ടി, അപ്പൊ എനിക്കത് ഭയങ്കര ഇതാ. ഇപ്പൊ വന്ന് വണ്ടിയുടെ പുറകെ ഇരിക്കും, എന്നിട്ട് അറിയാത്തവരെ കാണും, ഹായ് ഹായ്. 5 കൊല്ലം കഴിയുമ്പോ MLA ആക്കാം. അവരും കൈ നോക്കി കാണിക്കും. അവരെന്നിട്ട് ഇങ്ങനെ ഞാനപ്പോ മിററിൽ കൂടെ നോക്കാം, അവര് ആരെന്നാലും അത് ആ ഒരു ഇതില്ലേ. അല്ല, ഞാൻ വീഡിയോസ് കണ്ടിട്ട് അറിയില്ലാത്ത കൊച്ചിനെ വിളിച്ചിട്ട് ഫോട്ടോ എടുത്ത് തരുമോ, ഇതൊന്ന് പിടിക്കുമോ, അവരാണ് ചെയ്തും കൊടുക്കും. എന്നിട്ട് അവർക്ക് പിന്നെ ഇവർക്ക് കൊച്ചുപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട് കണ്ടുപിടിച്ച് പോയി എനിക്ക് കൂടുതൽ കൊച്ചു പിള്ളേരെ, നല്ല പ്രായമായവരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാറ്റഗറി ഈ 2. ഞാൻ അങ്ങനെയുള്ളവരെ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും. ഒരു ദിവസം ഒരു പ്രായമുള്ള അപ്പച്ചൻ കേട്ടോണം, അപ്പച്ചനാണ് പ്രായമാണെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ പിന്നെ കൈയൊക്കെ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അപ്പച്ചൻ എന്റെ അടുത്ത് നീ ഏതാടി, ഞാനങ്ങ് ഇല്ലാതായി പോയെന്ന്. ഞാൻ ഭയങ്കര സഹതാപത്തോടെ അയ്യോ അപ്പച്ചൻ തന്നെ പോകുന്നു. അപ്പൊ എന്റെ അപ്പച്ചനും അമ്മച്ചിയെ പോലൊക്കെ ഉള്ളൂ. അങ്ങനെ കൈയൊക്കെ പിടിക്കാൻ അപ്പച്ചൻ കൈ കണ്ട് തട്ടി മാറ്റും, നീ ഏതാടി, മറ്റേ മിലിറ്ററിയിലൊക്കെ ഉള്ള അപ്പച്ചനായിരുന്നു തോന്നുന്നു കേട്ടോ. അന്നത്തെ രാത്രിയിൽ എന്റെ ഡിപ്രഷൻ മൊത്തം എനിക്ക് എന്നാത്തിന്റെ അതെ ശരി, നമ്മൾ ആരെങ്കിലും ചിരിച്ചോ മൈൻഡ് ആക്കിയിട്ട് അവർ ചെയ്തില്ലെങ്കിൽ അയ്യോ ആണാണ്. അതെ അതെ സത്യം. അങ്ങനെ ഈ ചിലവര് പറയും ലിവിങ് ടുഗദർ ചെയ്ത്, ഞാൻ എന്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ഇടിയ ലിവിങ് ടുഗദർ ചെയ്തൊക്കെ പോലും ഞാൻ ഈ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ല, താലിച്ചേർത്ത് ഈ സ്വഭാവം എവിടെ വന്നു, അങ്ങനെ ഡൗട്ട് ഏൽപ്പിച്ച ഒരു സ്വഭാവം സാറയിലുണ്ടായിരുന്നോ? ഡൗട്ട് അല്ലല്ല, എന്നെ ആ ടൈം മുതലേ എങ്ങനെയാണോ അതുകൂട്ട് അതുപോലെ അത് സ്ട്രിക്റ്റാ ഭയങ്കര. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ് പറഞ്ഞ ചെയ്യണ്ട, അത് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഞാനും അതിനകത്തിൽ ഓക്കെ. ഇപ്പം എനിക്ക് ഒരു ഒറ്റ നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ, ഈ സെയിം തന്നെ എനിക്ക് ദേഷ്യമുണ്ട്. ആണ് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സാധനമാണ്. പക്ഷെ ഞാൻ എല്ലാത്തിനും കയറി ദേഷ്യപ്പെടത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം, എനിക്ക് ദേഷ്യം വന്നാല് അത് ഭയങ്കര പ്രശ്നമാണ്. അത് എനിക്കും ഭയങ്കര ബാഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ചുറ്റിനുള്ള ആൾക്കാരെ ശ്രദ്ധിക്കത്തില്ല ഞാന്. പിന്നെ ആ ടൈമില് ചാച്ചനുമായിട്ട് ചാച്ചൻ എന്നെ ഒത്തിരി ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ എന്താ സഹിക്കുന്നു എന്ന് വേണേ പറയാം. ഓക്കെ, അപ്പൊ സാറ ആൻഡ് ചാക്കോ, ഇനി നമ്മൾ അടുത്തൊരു അടിപൊളി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം സാറോട് വെച്ചാൽ അതിന്റെ ആൻസർ രണ്ടുപേർക്കും ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷെ രണ്ടുപേരും ആൻസർ പറയണം. ഓക്കെ,
പറയുവാണോ എഴുതുവാണോ? അല്ല പറഞ്ഞാ മതി. ഒരുമിച്ച് പറയണ്ട. ഒരുമിച്ച് പറയണ്ട, ഞാൻ ചോദിക്കാം, കൈ കാണിക്കാം. ഓക്കെ ഓക്കെ. പാർട്ട്ണറിന്റെ മോസ്റ്റ് യൂസ്ഡ് ഡയലോഗ്, സാറേ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ്. ചാച്ച അതാണ് ഒരു ദിവസം ഒരു ദിവസം ഇത് മാത്രമേ ചാച്ച 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 അത് ചെയ്യട്ടെ അത് ചെയ്യട്ടെ ചാച്ച ഇത് ചെയ്യട്ടെ ചാച്ച ഇതെങ്ങനെയുണ്ട് ചാച്ച അത് കൊള്ളല്ലേ ചാച്ച എന്നാ ഓർഡർ ചെയ്യട്ടെ ചാച്ച ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ഫ്രണ്ട്സും എല്ലാം മറ്റേ അറിയാവുന്നൊരു കുറെ ചാച്ചാ ചാച്ചനങ്ങ് ചാച്ചനായ. ഓക്കെ, ഇനി ചാച്ചന് യൂസ് ചെയ്യുന്ന വേർഡ്. എന്റെ കുഞ്ഞൊന്ന് അടങ്ങിയിട്ടേടി നീ ഒന്ന്. അതാ. എന്നിട്ട് എന്തേലും ആഹാരം കൊണ്ട് ഏതെങ്കിലും മൂലക്കൊക്കെ ഇരുത്തും. ചാച്ചൻ എന്തെങ്കിലും ഫോണിലൊക്കെ എന്തെങ്കിലും ബിസിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടി വി ഒക്കെ സിനിമയൊക്കെ കാണുമ്പോ എന്തേലോട്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് പറയാം, അപ്പൊ ഞാൻ അടുത്ത തരാം. അങ്ങനെ എനിക്ക് പല. ഓക്കെ, മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ഹാബിറ്റ് സാറേ. ഇറിറ്റേറ്റിംഗ് ഹാബിറ്റ് ഇടയ്ക്കത്തെ ആണോ? അതിങ്ങനെ ഈ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോ നമ്മൾ എടുത്തു വന്ന് കലവില 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 കലവിലാന്ന് വെച്ചോണ്ടിരിക്കും. ദേഷ്യത്തിലായിരിക്കുവേ. എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ആ ഒരു സാധനം മാത്രം. അത് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് അങ്ങ് എവിടോട്ടേലും അങ്ങ് ഓടാൻ തോന്നും. പക്ഷെ ഞാനിങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ. അത് പക്ഷെ എല്ലാവർക്കും ഒരു പാഠം കേട്ടോ, ഇങ്ങനെ സാഹചര്യങ്ങളിൽ കടിച്ചു പിടിക്കാൻ പഠിക്കണം. പഠിക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാച്ചന്റെ ഇറിറ്റേറ്റ് ആയിട്ടുള്ളതോ? ചാച്ചന് കൂട്ടുകാരുടെ കാര്യം അതേ ഉള്ളു എനിക്ക്. അല്ലാതെ ഇറിറ്റേറ്റ് ആയിട്ട് കൂട്ടുകാരുടെ കാര്യം ഒന്നെങ്കിൽ ഗുണ്ടാസംഗം വന്നു അല്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റ്, എല്ലാം ഉറപ്പാണ്. കൂട്ടുകാരുടെ കാര്യത്തിന് എന്നോട് കള്ളം പറയും. അതാണ് എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ. അതെന്നെ ഞാൻ ചേച്ചി ഒരു ഫോൺ തരാവോ? ഞാനൊരു ആശയം കാണിക്കാം. ഫോൺ തരാവോ? കാണരുത്, ഒന്നും കാണത്തില്ല. ഇതിപ്പം ഞാനും ചാച്ചനും എന്തോ കാര്യത്തിന് ഇങ്ങനെ ഇരിക്കുക, വീട്ടിലിരിക്കുവാണ്. വലിയ ആക്ടിങ് കണ്ടോണം, കലാതിലകം നേടേണ്ട ആളാ. അപ്പൊ ആരോ നല്ല ഫോട്ടോ കലാതിലകം നേടണ്ട. അപ്പൊ ആരോ ഒരു കോള് വന്നേ. അപ്പൊ അവര് പറയുക കുപ്പി എടുക്കാൻ അങ്ങനെയൊക്കെ. അപ്പൊ ചാച്ചൻ ഏത് ഹോസ്പിറ്റലാ ആണോ? അയ്യോ. അപ്പൊ അവൻ അവിടുന്ന് നീ എന്ത് തേങ്ങി പറയുന്നേ? അപ്പത്തേക്കും ചാച്ചൻ അയ്യോ എടാ ഞാനാണെങ്കിൽ കുഞ്ഞിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു, അത്യാവശ്യമാണല്ലേ. അപ്പൊ അവൻ പറയടാ ഫണ്ടിട്. ഞാനെന്നാ ഇപ്പൊ ഇറങ്ങി മടി ആ താക്കൂരിങ്ങി കൊണ്ടുവന്നേ, ആ താക്കൂരിങ്ങി കൊണ്ടുവന്നേ. ഇതാണ് ചാച്ചന്റെ ഒരു മോസ്റ്റ് ഓഫ് ടൈം ചാച്ചന്റെ പരിപാടി. ഇതാ ചാച്ചന്റെ അമ്മ അങ്ങ് വിശ്വസിക്കും, അയ്യോ നല്ലത് ഏത് കുഞ്ഞു ആശുപത്രിയിലായത് നമുക്കറിയാലോ. പിന്നെ അവസാനം പിടിച്ച് ഞാൻ അവസാനം അങ്ങ് തൂക്കി. ഇവിടെ ഉള്ള ഫ്രണ്ട് ഇപ്പൊ ഇരിക്കപ്പെടുന്നില്ലാതെ നടന്നുകൊണ്ടിരിക്കും. ഇല്ല കേട്ടോ, ആ ഫ്രണ്ടിനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചാച്ചന്റെ അടുത്ത് അതുകൊണ്ട് പോകത്തില്ല. എന്നെ വന്നിട്ട് മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ഓക്കെ ആണോ? അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം. ഈ ഫ്രണ്ട് ഡാനി കെട്ടിയതാണോ? അല്ല, ഡാനി സിംഗിൾ ആണ്. ആരെങ്കിലും മിങ്കിളാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ല, ഡാനി ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ചാക്കോടായിരിക്കുമല്ലോ എന്താണ് ഞാൻ കെട്ടതേയുള്ള അഭിപ്രായം. എടാ നീ കെട്ടണ്ടാടാ, എനിക്ക് ഫ്രണ്ട്സായിട്ട് നടക്കാൻ. ഞാൻ പറഞ്ഞു കേട്ടോ, നിന്റെ ഇപ്പോഴത്തെ സന്തോഷമില്ലേ ചെറുതായിട്ടൊന്ന് പോവും. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ അല്ല അത് അങ്ങനെ ഒരു പിടുത്തം വരും. അതിൽ ആ പിടുത്തം എനിക്ക് എന്തായാലും ഇപ്പം നല്ലതായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഒന്ന് വീണപ്പോ അല്ലേ? മിക്കാറും അടുത്ത കാലം കൂടി ഇന്റർവ്യൂ ഔട്ടായി വീഴ്ച മാറ്റിക്കളഞ്ഞു. ഓക്കെ, സീക്രട്ട് ഇൻസെക്യൂരിറ്റി സാറയുടെ ആർക്കും അറിയത്തില്ല, പക്ഷെ അത് ചാക്കൊക്കെ അറിയാം. ഈ ഒരു കാര്യത്തിൽ സാറയ്ക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെന്നുള്ള. എന്തായിരിക്കും അത്? വീട്ടിൽ കയറണമെങ്കിൽ ഒന്ന് ആലോചിച്ചു. അങ്ങനെ ആർക്കും അറിയത്തില്ല, ചിലപ്പോ പപ്പയ്ക്ക് അറിയില്ലായിരിക്കും, പക്ഷെ അത് ചാക്കയ്ക്ക് അറിയാം. അതൊരു ഇൻസെക്യൂരിറ്റി ഉള്ള ഏതെങ്കിലും ഒന്ന് ചാച്ചൻ പറ. ഫുൾ ട്രാൻസ്പെറന്റ് അല്ലേ? എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ഇൻസെക്യൂരിറ്റി ഉള്ള ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഓപ്പോസിറ്റ് പറയണ്ട, ചാക്കയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ചാച്ചന്റെ ആണോ? ചാച്ചന്റെ അറിയുന്ന ആളുകളുടെ കുഞ്ഞി വെച്ചിട്ട് ചാച്ചനെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അതിന് ചാച്ചൻ കരഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഇത്രയൊക്കെ ഡീപ്പ് ആവുന്നതിന് മുമ്പേ എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കത് ഭയങ്കര വിഷമം, എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നീ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല. അല്ല ഞാനിവിടെ കുറ്റം അത് ഇവക്ക് വലിയ പ്രശ്നം. എനിക്കാണെങ്കിൽ കാരണം അത് ഭയങ്കര ഒരു വിഷമായിട്ടുള്ള കാര്യമാണ്. കാരണം അവള് അത് ഞാൻ പറഞ്ഞേ
അവളിതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല, പക്ഷെ ഇത് പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിടി അങ്ങനെ ചെയ്യരുത്, അതെനിക്ക് എന്റെ ഭയങ്കര ചാച്ചൻ അന്ന് കരഞ്ഞു. അല്ലാതെ ഇനി ചെയ്യാതിരിക്കാൻ നോക്കാറുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അതൊക്കെ ചെയ്യൂല, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചോളൂ. അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നേ ഉള്ളൂ. ഇവിടുത്തെ മനസ്സിലാക്കിക്കണം, ഇങ്ങനൊക്കെ നമുക്ക് ഫീലിംഗ് വരും, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ കുഴപ്പമില്ല. ഇനി സാറയുടെ കിട്ടിയോ? കിട്ടുന്നില്ല അങ്ങോട്ട്. ആണോ? അത് സാറ് തന്നെ പറ. എനിക്കുണ്ടല്ലോ, ഞാൻ എല്ലാ ആണുങ്ങളുമായിട്ടൊക്കെ മിങ്കിളിങ് അങ്ങനെയാന്നൊക്കെ പറയത്തില്ലേ, പക്ഷേ എനിക്ക് അറിയാത്ത ആണുങ്ങള് എന്നെ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതായത് ഇങ്ങനെ വന്ന് പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അവര് ഇപ്പൊ ഈ ചാച്ചന്റെ അല്ല വേറെ എവിടെ നമുക്ക് അറിയാത്ത ആണുങ്ങൾ നമ്മളെ തൊടുന്നത് എല്ലാ പെൺപിള്ളേർക്കും അങ്ങനെ അങ്ങനെയൊക്കെ കൈയൊക്കെ പിടിച്ചവരൊക്കെ ഉണ്ട്. എന്റെ കൈയൊക്കെ അന്ന് അവരെ ഞാൻ തോർപ്പിക്കും ഞാൻ. അപ്പൊ അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ എല്ലാവരോടും ഫ്രണ്ട്ലി കുലസ്ത്രീയുടെ അല്ല, നമ്മളെ ഞാൻ ഇങ്ങനെ ചാടി നടക്കുമ്പോ എല്ലാരും വിചാരിക്കും, ഓ ഇവളെ അപ്പൊ നമുക്ക് തൊട്ടാലും പ്രശ്നമൊന്നും ഇല്ല എന്നൊരു മൈൻഡ് വരുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും എന്റെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടാവും. ഞാൻ പറയുമ്പോ അവർക്ക് മനസ്സിലാവും. അവരെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കിയതാ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ ആളുകൾക്കും ഫ്രീയാ എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും നല്ല കൂട്ടുകാരെന്തിനാ നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാനും നമുക്ക് സന്തോഷമായിട്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യത്തിന് അവകാശമുള്ളത് ചാച്ചന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഇവള് തന്നെ ഇവിടെ പോകാനാണെങ്കിലും എനിക്ക് അത്ര ടെൻഷൻ ഇല്ല, കാരണം എന്തേലും പ്രശ്നം തന്നെ ഡീൽ ചെയ്യും. പിന്നെ ഇവിടെ ഇതായിട്ടുള്ളതാണെങ്കിൽ ഇവള് പെട്ടെന്ന് ദേഷ്യപ്പെടും, അതിപ്പോ വേറെ ആളോടാണേലും. അത് ചിലപ്പോ ഭയങ്കര പ്രശ്നങ്ങൾ. എനിക്ക് ഏറ്റവും ഇൻസെക്യൂരിറ്റി വേറെ ആളുകൾ എന്നെ എന്തോ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. ആരെങ്കിലും എന്നെ ഇതാക്കിയാലും ഞാൻ അതൊക്കെ അപ്പോഴേ സ്പോട്ടിലെ വിടും. പക്ഷെ എന്റെ ദേഹത്ത് എനിക്കിഷ്ടം, അതായത് ഞാൻ അറിയുന്നതും ഞാൻ കംഫർട്ടും അല്ലാത്ത ആൾക്കാർ, ആണുങ്ങളുടെ കാര്യം ഞാൻ പറയും, പെൺപിള്ളേരാണെങ്കിൽ അങ്ങോട്ട് പോയി കെട്ടിപ്പിക്കും കേട്ടോ. ആൺപിള്ളേര് എന്റെ അതൊരു ഇനി ആരും പറയല്ലേ, അയ്യോ ഇവളെ തൊടാൻ മാത്രം വല്ലതും ഉണ്ട്. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് കമന്റിന്റെ അടി പറയും, അല്ല ഇതൊക്കെ ആരാന്ന് ചോദിക്കും ചിലപ്പോ. ഞാൻ കുറെ ആൾക്കാർ ഇട്ടില്ല, അവരെ ഞങ്ങൾക്ക് അറിയാവേ, പക്ഷെ അതിന്റെ അടി വന്നിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഇവരൊക്കെ ആരാ? ഞങ്ങൾ ആരുമല്ല കേട്ടോ, ഇത് ഞാൻ സാറ്, ഇത് അജി, ഞങ്ങൾ വെറുതെ ഒന്ന് വന്നിട്ട് സംസാരിച്ചത്രേ ഉള്ളൂ. ഇത് കട്ടിയല്ലേ കേട്ടോ, ഇത് ഇടണേ കേട്ടോ. അപ്പൊ ഞാൻ ഈ ആണുങ്ങൾ മോശമാണെന്നൊന്നും അല്ലേ ചേച്ചി, എന്റെ ഗ്യാങ്ങിൽ നിന്ന് എനിക്കൊരു അനുഭവം അങ്ങനെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ എത്രയും നല്ലതാന്ന് വിചാരിച്ചോണ്ടിരുന്ന കുറച്ച് ആൾക്കാർ എന്നെ പറ്റി വിചാരിച്ചോണ്ടിരുന്നത് ഒരു മോശമായ രീതിയിലായിരുന്നു. അതാണ്, അതല്ലാതെ എനിക്ക് വേറൊരു ഇൻസെക്യൂരിറ്റീസ് എനിക്ക് എവിടെയില്ല. ഇല്ല. ഞാൻ ഈ സാറയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഞാൻ സാറ ഇപ്പൊ ചാക്കോയ്ക്ക് ഭയങ്കര ഫ്രീഡം തരുന്ന, ഇപ്പത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന അത്രയും ബ്രോഡായിട്ടുള്ള ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം എന്നെ പോലെ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതില്ല, ഒരു ഇതിലുള്ള ഫ്രീഡം എന്ത് തരാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 4-5 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിൽ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങാൻ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും. എന്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, ഈ ക്യാഷ് ഇറക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാ. ക്യാഷ് പിന്നെ നമുക്കത് പിന്നെയും വരും. നമുക്ക് എന്റെ ചാച്ചന്റെ ഹെൽത്ത് നോക്കേണ്ടത് എന്റെ ആവശ്യമാണ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നു, ഇനിയിപ്പം ചാച്ചന്റെ എത്ര കാലം എടുത്താലും ഈ ജനറ്റിക്സ് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പല്ല് കൊളുത്തുന്നത് അതായത് നമുക്ക് ജനറ്റിക്കലി ഉണ്ടായിരുന്ന ഒരു ഇത് ഇനി ബലം ചാച്ചന് ഇനി കിട്ടത്തില്ല, കാരണം ഇത് പ്ലേറ്റ് എനിക്ക് ബലം കിട്ടും. പ്ലേറ്റ് ഇട്ടിരിക്കുക, കമ്പി ഇട്ടിരിക്കുക. ഇതിന് 1.5 വർഷം കഴിഞ്ഞ് ഊരണം. എന്തായാലും ചാച്ചന് അതിന്റെ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നീര് പോളൂ കാലില്. അല്ല, ഞാനിപ്പോ ഇങ്ങനെ നടക്കുന്നു, ഡോക്ടർ നടക്കല്ലെന്നാ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് അല്ലാതെ എനിക്ക് ചാച്ചനെ എവിടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ചാച്ചനെ ലോലന്റെ കൂടെയാണ് ഇവിടെ വേണമെങ്കിൽ എന്താന്ന് വെച്ചാല് ആൾ കൂടെ സേഫ് ആണ്, ആൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇവർ രണ്ടുപേരും ആവശ്യമില്ലാത്ത കാര്യത്തിന് പോവില്ല എന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ട്. അല്ലാതെ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഞാൻ അവിടെ നിന്നൊക്കെ എടുത്തോണ്ട് വരേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ എന്തോ ഒരു ടെൻഷൻ. ഞാൻ ചാച്ചനെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ചാരി വെച്ച് ഒറ്റ കയ്യിലൊക്കെ സ്കൂട്ടർ ഓടിച്ചു വന്നിട്ടുണ്ട്. എന്ത് കെയറിങ് അല്ലെ, കെയറിങ് ഉണ്ട്, ശ്രദ്ധ. ഇത്രയും 22 വയസ്സേ ഉള്ളു അല്ലേ, ചിന്തിക്കാൻ പറ്റത്തില്ല. എന്റെ തല തന്നെ ചൂടാവുന്നു. ഓക്കെ, ഇടയ്ക്ക് ഞങ്ങൾ വണ്ടി വരുമ്പോ അവൻ തന്നെ പറയും, ഒന്ന് മിണ്ടായിരിക്ക കുറച്ചു നേരം, എന്തോ വേണ്ട മിണ്ടായിരിക്കും. കാരണം ഇപ്പോഴും ബാക്കി കലവില ഇങ്ങനെ തന്നെ സംസാരിച്ചോണ്ടിരിക്കും. ചേച്ചി അടുത്ത ചോദിക്കൂ. കെന്നി അടുത്ത ചോദിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സീക്രട്ട് സെലിബ്രിറ്റി ക്രഷ് ഓഫ് സാറ. എനിക്കോ? എന്റെയോ? സാറയുടെ ഇവിടെ നേരത്തെ ആരായിരുന്നു അറിയാമോ? ശ്രീനാഥ് ബാസി.
ഓക്കെ ഭയങ്കര ഭയങ്കര ഫാനായിരുന്നു. ഓക്കെ ഓക്കെ. കുറച്ച് മുന്നേ അറിയായിരുന്നെങ്കിൽ ശ്രീനാഥേട്ടന്റെ ഒരു ഷോ ഞങ്ങൾ ചെയ്തിട്ടിരിക്കും. ആണോ? എനിക്ക് ഇഷ്ടമായിരുന്നു ശ്രീനാഥ് ബാസി. ഓക്കെ. ചാച്ചന്റെ സണ്ണി ലിയോണാണ് ഇവിടെ. അല്ലല്ല നേരത്തെ ഇത്ര ശ്രദ്ധിച്ചു നേരത്തെ ആയിരുന്നു, ഇപ്പൊ അല്ല. നേരത്തെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ഓക്കെ. എന്താ എന്ത് ക്വാളിറ്റീസിലേക്ക് ആൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ? പിന്നെ അല്ല 5 കോടി രൂപ എന്തോ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ പത്തനംതിട്ട കുട്ടികൾ ഇത് അല്ല, ഞങ്ങൾ ഇവിടെ പത്തനംതിട്ട വെള്ളം മുങ്ങിയപ്പോ 5 കോടി രൂപ കൊടുത്തത്. പിന്നെ അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ്. ഓക്കെ. നമ്മള് നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ മഹാത്മാഗാന്ധി ആലോചിക്കും, അപ്പൊ ഞാൻ പൊട്ടനാ? ഉപ്പ് സത്യാഗ്രഹം നടത്തി നിനക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചാൽ ഞാൻ പൊട്ടനാ? പുള്ളി ഇങ്ങനെ ചിന്തിക്കുമ്പോ ആള് കൊള്ളാലോ. ഉപ്പ് സത്യാഗ്രഹം എത്തിയ ഞാൻ പൊട്ടൻ. ഞാൻ പുണ്യപ്രവൃത്തി മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഷോയ്ക്ക് വന്നിട്ടുണ്ടല്ലോ, അടുത്ത് വരുന്നുണ്ട്. അല്ല, അവർക്ക് ഷോയ്ക്ക് വരാലോ, അതിനെന്താ? അല്ല, കാക്കനാട് വരുന്നുണ്ട് ഷോയ്ക്ക്. ഗെയിമിങ്ങിന്റെ എന്തോ ഒരു പരിപാടി നമ്മൾ ഇന്റർവ്യൂ എടുത്തത് മറ്റേ May 9th തൊട്ട് വരുന്നത്. അതില് വരുന്നുണ്ട്. അതിൽ സണ്ണി ലിയോൺ വരുന്നുണ്ട്. അങ്ങനെ കേട്ടത്, ഇനി പറ്റിച്ചാണോ അറിയത്തില്ല. കാരണം ഞാൻ ഭയങ്കര ഫാനാ. കാണാൻ വരുന്നുണ്ടോ? പിന്നെ കാലമെങ്കിലും നിനക്ക് കാണണോടി? വേണേ കാണാം. വേണമെങ്കിൽ കാണാം. അങ്ങനെ വലിയ നിർബന്ധം. എനിക്ക് ഇഷ്ടമാണ് പെൺപിള്ളാരൊക്കെ കാണുന്നത്. ഞാനിപ്പോ ഒരു ആണ് പെണ്ണ് പോവാണെങ്കിൽ പിള്ളേരെയാണ്. ഓക്കെ. ഇനി അടുത്തത്, ഫസ്റ്റ് തിങ് ഡു ആഫ്റ്റർ ഫൈറ്റ്. സാറ ഫൈറ്റിന് ശേഷം ഏറ്റവും ചെയ്യുന്ന കാര്യം എന്തായിരിക്കും സാറ? ചാക്കോറ ഫുഡ്. വഴക്ക് ഇട്ട് കഴിഞ്ഞ ഉടനെ അത് സോൾവ് ആക്കുന്ന അതാ ഞാൻ പറയുമ്പോ ഫുഡ് കഴിക്കുമ്പോ പറയില്ല ഞാൻ വരുന്നില്ല. ഞാൻ പറയാ ഇന്നടത്ത് ഒരു പുതിയൊരു ഇത് തുറന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാ. എന്നാ പോവാ. ഈഗോ കൊടുത്തില്ല കേട്ടോ. എന്നാ പോവാ. കുറച്ചു നേരം ഒന്നും മിണ്ടത്തില്ല. വണ്ടി പകുതിയൊക്കെ ആയി കഴിയുമ്പത്തേന് ആള് ചാക്ക എന്തായിരിക്കും ഫൈറ്റിന്? ചാച്ച പിടിച്ച് മടിയിരുത്തിട്ട് ഉമ്മരും. എന്നിട്ട് നമുക്ക് ഇനി വഴക്ക് വേണ്ട കേട്ടോ, ഇനി നമുക്ക് വഴക്ക് വേണ്ട, ഇനി എന്താ മോന് കഴിക്കാൻ തോന്നുന്നത്, എന്നിട്ട് കഴിക്കാൻ പോകും. ഈ മാസം ഒന്നും വഴക്ക് വേണ്ടെന്ന് വഴക്കെന്ന് പറഞ്ഞാൽ അമ്മമാര് വഴക്കായിരിക്കും കേട്ടോ. ഞങ്ങള് ഇത്രയും സ്നേഹിക്കുന്നു, അതിന്റെ എക്സാക്ട് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യോ ഇവർ ഈ വഴക്ക് കാണുമ്പോ ഇതോടെ ഒച്ചയിലൊക്കെ സംസാരിക്കുന്നു. വീട്ടിൽ അച്ഛനും അമ്മയോ അമ്മ ഇങ്ങനെ പേടിച്ച് പറിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. കൂടിപ്പോയി കഴിഞ്ഞ ഒരു മണിക്കൂറേ കാണത്തുള്ളൂ കേട്ടോ. പക്ഷെ അവർക്ക് അത് വേഗം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ചാച്ചന്റെ അമ്മയും പപ്പയും പറഞ്ഞിട്ടുണ്ട് ഈ വഴക്കോടെ ഈ ബന്ധം നിക്കുവെന്നാ തോന്നുന്നു. വഴക്ക് പിന്നെ അവർക്കും മനസ്സിലായി. പപ്പ ഇവിടെ പപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ കാര്യമുള്ള വഴക്കൊന്നും അല്ല. എന്റെ പപ്പയ്ക്ക് മനസ്സിലാവും ഇതൊന്നും ചുമ്മാ കാര്യമില്ല. അതെ അതെ. അല്ല, അവിടുത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, മറ്റേ പപ്പേനെയും മമ്മീനെയും ഇതൊക്കെ ആണല്ലോ. അപ്പൊ അവിടുത്തെ അവിടുത്തെ മമ്മയ്ക്ക് പേടിയാ. അവിടുത്തെ മമ്മ ഇങ്ങനെ നിക്കുന്നേ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും അറിയാത്തോലും ഇങ്ങനെ. നമ്മൾക്കില്ലേ ഇവിടെ പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്ക് ഉള്ളപ്പോ നമുക്ക് ഒച്ച വഴക്കിട്ടാലും ചമ്മലൊക്കെ വരുമല്ലോ. അയ്യോ അവരുടെ മുന്നിൽ വഴക്ക്. എനിക്കതില്ല കേട്ടോ. അതില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതില്ല. അതുകൊണ്ട് വലിയ രക്ഷപ്പെട്ടു. ഇല്ല. ഓക്കെ. റൊമാൻസിന്റെ ചമ്മലുണ്ടോ വീട്ടുകാരുടെ മുന്നില്? ചാച്ചനെ എടുത്തോണ്ടൊക്കെ നടക്കുന്ന അവര് കാണും. ഞാൻ വെച്ചോണ്ടൊക്കെ നടക്കും ചാച്ചൻ. അതിനുള്ള ത്രാണി ഉണ്ടോന്ന്, അതിനുള്ള ത്രാണി ഇപ്പൊ കാല് വയ്യ. പക്ഷെ അതായത് മടിയിലൊക്കെ ഇരുത്തും കേട്ടോ. ഓക്കെ. ഇനി മോസ്റ്റ് ചൈൽഡിഷ് ഹാബിറ്റ് ഓഫ് സാറ? അതേ ഉള്ളൂ തോന്നുന്നു. ഇങ്ങനെ കൊഞ്ചു അങ്ങ് ഭയങ്കരമായിട്ട് കൊഞ്ചി കാണിക്കും ഞാൻ. ഭയങ്കര കൊഞ്ചലായിരിക്കും. ഇപ്പൊ എല്ലാരും കൂടെ പറയും പൂക്കി കളിക്കുന്നേന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ടൈമില് ഇവളിങ്ങനെ കൊഞ്ചല് വരും, ദേഷ്യം വരും, പിന്നെ ഇളക്കം വരും. ഇളക്കമാ കൂടുതല്. ഇളക്കം തുടങ്ങി അമ്മായി ഇളക്കമാ. അവന്റെ ഇത് എന്റെ ഫ്രണ്ട് ഡാനിയനെ പറയും, ഇവക്ക് വട്ടാ കേട്ടോ, ഇവക്ക് വട്ട. പക്ഷെ വേറെ അവന് എന്നെ അറിയാവുന്ന പറയും, അതായത് 2 വട്ടൂടെ ഒന്നിച്ച്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ഞാനില്ലേ, ഞാനല്ലായിരുന്നു ഞാൻ ചാച്ച ദേഷ്യപ്പെട്ട് കട്ടിലൊരു ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിന്നെ കാണിച്ചു തരോടി, നിന്റെ ഇളക്കാൻ ഞാൻ നിർത്തുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ മറ്റേ സ്പീക്കർ ഇട്ടിട്ട് മറ്റേ സുർക്കിറക്കം ഡാൻസ് കളിച്ച് കാണിക്കും. അപ്പൊ തന്നെ നമുക്ക് ഒന്നുകൂടെ ദേഷ്യം വരും. പിന്നെന്തോ ചെയ്യാൻ, ഇതിപ്പോ ഇങ്ങനെ കണ്ട് എനിക്ക് തോന്നുന്നു ചാക്കൊക്കെ ഒരു സങ്കടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും സ്വസ്ഥമായിട്ട് ആലോചിക്കണമെങ്കിൽ ദൂരെ എവിടെയോ
അതിനും സമ്മതിക്കില്ല, ഒന്ന് സങ്കടപ്പെട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. അല്ല, അത് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് ചാച്ചന്റെ മുഖം മാറിയാൽ അതുപോലെ ഞങ്ങക്ക് വേറൊരു ഇതുണ്ട്. ചാച്ചൻ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് ഞാൻ പറയും. അത് ഈയിടെ അതിനുള്ള സാക്ഷി അവൻ. ഞാൻ അവനോട് ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇവള് വന്നിട്ട് ചോദിച്ചു, അപ്പൊ വെളിയിലവള് കാറിന്റെ അകത്ത് നീ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇവളെ ഇങ്ങനെ നോക്കിയതുള്ളൂ. ചേച്ചി ഇതല്ലേ പറഞ്ഞത്? അപ്പൊ പറഞ്ഞ ഇതാ പറഞ്ഞേ, ആ കാര്യം, ആ സെയിം കാര്യം തന്നെ. ശരിക്കും ഞങ്ങള് സിബ്ലിങ്സ്, ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ഇല്ല ഭാര്യ ഭർത്താവ് ആണെന്നുള്ള. നമ്മള് ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ പറയുന്ന ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ രണ്ടും ചേട്ടനും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തോന്നില്ല. ഇല്ല അത് കുറച്ച് മിണ്ടി കഴിയുമ്പോ അത് തീരെ തോന്നുന്നില്ല. ബ്രദറിനെ സിസ്റ്ററിനെ ഇന്റർവ്യൂ എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതല്ല സാറേ, ഇപ്പം നമ്മളിപ്പൊ ചിലവരെ അറിയില്ല, ഇപ്പം ചില നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കണം, എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ സ്പേസ് കൊടുക്കണം. ഇപ്പൊ എനിക്ക് അങ്ങനെ സ്പേസ് ഇല്ലെങ്കിലും ഞാൻ സാറേനെ പോലെ എനിക്ക് ആരെങ്കിലും വേണം ഒന്ന് സംസാരിക്കണം. അപ്പൊ പക്ഷെ കുറച്ച് ബോയ്സ്, ഇപ്പം ചാക്ക അല്ലെങ്കിൽ കുറച്ച് ബോയ്സിനൊക്കെ കുറച്ച് സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ ചാക്കോയുടെ കേസിൽ ഇങ്ങനെ അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ സൈഡ് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ചാച്ചൻ ഇനി അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനുണ്ടല്ലോ അങ്ങനെ സംഭവം ആഗ്രഹിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ 27 വർഷം ചാച്ചൻ ഈ ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു, വീട്ടിലില്ലായിരുന്നു. എന്റെ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 27 വർഷം അടിച്ചു പൊളിച്ചു. ഇനി അടിച്ചു പൊളിക്കേണ്ട ടൈം കഴിഞ്ഞു. കാരണം നമുക്ക് ബേസ് നമ്മളെ കൊണ്ടാവുന്ന പ്രായത്തിൽ ചെയ്താലേ നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ പിടിച്ചങ്ങനെ വെക്കത്തില്ല. സീരിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചാച്ചന് പോണോന്ന് വാശി പിടിച്ചാൽ ചാച്ചൻ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വരണോന്നേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ സാറേനെ പപ്പയും മമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവൂലേ? സപ്പോർട്ട് അതെങ്ങനെ ആഗ്രഹിച്ച കാര്യമാണല്ലോ. വിറ്റുണ്ട് അവിടെ. മറ്റേ നർമ്മദ സ്പീക്കിങ്ങിനകത്ത് മറ്റേ ഫോൺ എടുത്തോടുന്നു ഇതെടുത്തോടുന്നു ആ സീനാ. ചാച്ചൻ വരാറാകുമ്പോ വണ്ടിയുടെ സൗണ്ട് കേൾക്കും. അത്രയും നേരം പപ്പായും അമ്മ ഇങ്ങനെ നോട്ട് ഇവൻ ഇങ്ങനെ വരാട്ടാ ശരിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ. ഇവന്റെ വെട്ടം കാണുമ്പോഴേ അവരകത്ത് ചാടി കയറിട്ട് പറയാം, അമ്മ ഇങ്ങനെ പറയണേ കേട്ടോ. അവനെ വിളിക്ക്, അമ്മ വിളിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവനെ വിളിക്ക്. ഇപ്പൊ എനിക്കൊന്ന് പപ്പയ്ക്കും മമ്മയ്ക്കും ഹാപ്പി. ഇനി അവരന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല, സാറ് ഉള്ളതുകൊണ്ട് ഫുൾ ടൈം വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ചാക്കോയുടെ ചൈൽഡിഷ് ഹാബിറ്റ് ഏതാ? ചാച്ചൻ ശരിക്കും ഇല്ല കുഞ്ഞു പോലെ തന്നെയാ. സീരിയസ്ലി ചാച്ചൻ ഉണ്ടല്ലോ, ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ പെൺപിള്ളേർക്കൊക്കെ വേഗം വിഷമം വരത്തില്ലേ? അതുപോലെ ചാച്ചന് വേഗം വിഷമം വരും, വേഗം കരയും. ഞാൻ ഇതുവരെ അങ്ങനെ കരയുന്ന ഒരാളിനെ ഞാൻ അങ്ങനെ ശരിക്കും കണ്ടിട്ടില്ല. ചാച്ചൻ ഫ്രണ്ട്സിനെല്ലാം അറിയാം. ഞാൻ പെട്ടെന്ന് നമ്മുടെ കൂടെ ആരെങ്കിലും ആണെ തന്നെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചാൽ പെട്ടെന്ന് എനിക്ക് വിഷമം വരും. പെട്ടെന്ന് ദേഷ്യം വരും. ഓക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇത് സങ്കടമാണ്. ചാച്ചൻ കരയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ചാച്ചൻ ഭയങ്കര എപ്പോഴും ചൈൽഡിഷ് സ്വഭാവമാണ്. അതെ, മൊത്തത്തിൽ ടോട്ടലി എടുത്ത് നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ചൈൽഡിഷ് ആണ്. ഓക്കെ, സാറയുടെ ഒരു റിവെഞ്ച് മെത്തേഡ് എന്താ? റിവെഞ്ച് മെത്തേഡ് ആയിട്ടൊന്നും അങ്ങനെ മനസ്സിലാക്കത്തില്ല. പറയാനുള്ള അന്നേരം സ്പോട്ടിൽ തന്നെ പറയാനുള്ള മനസ്സിലില്ല എനിക്ക്. അങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് അങ്ങനെ റിവെഞ്ചായിട്ടൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ഇവിടെ കണ്ടത് നല്ല കാര്യം തന്നെ. പറയാനുള്ള അന്നേരം പറയാൻ കഴിയും. പിന്നെ ആലോചിക്കത്തുമില്ല. ഓക്കെ, ഇങ്ങോട്ട് ചാക്കോയ്ക്ക് ചാച്ചനുണ്ട്. ചാച്ചൻ ഒത്തിരി ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. സീരിയസ്ലി ചാച്ചന് ഒരു രീതിയിലും ഇങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചാച്ചൻ ഇപ്പൊ നല്ലപോലെ ഒരു ബാക്കപ്പിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാച്ചന് ആ ഒരു ഇതുണ്ട്. അതായത് ചാച്ചന് ഒത്തിരി ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ സീരിയസ്ലി കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കൂട്ടുകാരെ അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തത്. പൈസ ഇല്ലാത്ത ടൈമിൽ ചാച്ചനെ പിടിച്ച് നല്ല രീതിയിൽ പൊത്തും അവരെല്ലാം കൂടെ. അല്ല, ഒത്തിരി കളിയാക്കട്ടെ. ഇവിടെ അടുത്താണെന്നും പറയുന്നത് എന്തിനാ ഇവനെ കെട്ടി എന്നുള്ള രീതിയിൽ ചാച്ചന്റെ കൂട്ടുകാർ വന്നിട്ട് എന്റെ അടുത്ത് ഡയറക്റ്റ് പറയാ, നിനക്ക് അവനെ കളഞ്ഞിട്ട് പൊക്കൂടെ, നീ എന്തിനാ ഇങ്ങനെ ഇവന്റെ പുറകെ നടക്കുന്നത്? അപ്പോഴാണ് ആൾക്കാരൊക്കെ നമുക്ക്. അപ്പൊ ചാച്ചൻ എന്റെ അടുത്ത് രാത്രി എപ്പോഴും പറയാം, നമുക്ക് എല്ലാവരുടെ മുന്നിൽ നമ്മൾക്ക് ജീവിച്ച് കാണിക്കണം, അങ്ങനെ ഒരു രീതിയിൽ പറയും. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കുറ്റം പറഞ്ഞ ആൾ എന്റെ ഫ്രണ്ട് വന്നിട്ട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിക്കും. എനിക്കത് മൈൻഡിലില്ല. പക്ഷെ നല്ല റിവെഞ്ച് ആണല്ലോ, ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ എന്താ സെലിബ്രിറ്റി കപ്പിൾസ് ആയി, ഫെയിമായി, ദൈവമേ പത്തനംതിട്ടയിൽ ഇനി ഷോപ്പുകളൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യാൻ നിങ്ങളൊക്കെ സാധിക്കട്ടെ അല്ലേ? ഇനി വിളിക്കും, ഇനി ഷൂട്ടായി കാര്യങ്ങൾ അതിന് മൊത്തം ഇനി ബിസി ആവും. ആണോ എന്റെയും? അപ്പൊ നടക്കട്ടെ. അപ്പൊ പിന്നെ ഇരിക്കാനേ സമയം ഉണ്ടാവില്ല ചാച്ചന്. ഫുൾ ടൈം നിങ്ങൾക്ക് അങ്ങനെ പറ്റട്ടെ. ചേച്ചി ആ നാക്കൊണ്ട് പറ, ഞാൻ അല്ല എന്നെ എന്നാ നാക്കൊണ്ട് പറ, ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം തന്നെ കഴിക്കുന്നു പറ. അതെ, സാറ് മരിക്കുന്ന വരെ ഇഷ്ടമുള്ള ആഹാരം തന്നെ കഴിക്കും. ഒരു നമുക്ക്
കുറച്ചൊക്കെ സെറ്റ് ആയിട്ട് ഒരു ബിസിനസ് ഒക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ആക്കിയിട്ട് ഒരു ഷെഫിനെ തന്നെ വീട്ടില് അല്ല ഇവിടെ ആക്ച്വലി നല്ലപോലെ ഫുഡ് ഉണ്ടാക്കും. ഫുഡ് വെക്കും. നല്ലപോലെ ഉണ്ടാക്കും. നിങ്ങൾക്ക് റെസ്റ്റോറന്റ് തുടങ്ങിക്കൂടെ? ഞാൻ ആലോചിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കൊച്ചിയിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താ അതിന്റെ ഇടയ്ക്കാ വേറെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു. കാഫേ ഒക്കെ തുടങ്ങുക നല്ലതാ. പക്ഷെ ഫുഡ് വെക്കണം കേട്ടോ. ഫുഡ് ഉണ്ടാവണോ? ഓക്കെ. പാർട്ട്ണറിന്റെ വിയേർഡ്സ് ഫുഡ് കോംബോ കോംബോ ആണോ? വീടായിട്ടുള്ളത് ചാച്ചനില്ലേ, ഞാൻ ചാച്ചന്റെ പറയട്ടെ. ചാച്ച ചോറിന്റെ അകത്ത് മിച്ചർ ഇട്ട് തിന്നും. കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചാച്ചൻ പറയാം കർമുറ് സൗണ്ട് കേൾക്കാനാണ്. ഇവിടെ ബിയയുടെ കോംബോ ആയിട്ടല്ല, ഇവളിപ്പം ബ്രെഡും ജാമും കഴിച്ചോണ്ടിരിക്കുവാണ്, അതിന്റെ പുറത്ത് തന്നെ ചോറ് കഴിക്കും. അതൊരു വിയേഡല്ലല്ലോടാ. അതിന്റെ ബ്രെഡും ജാമും കഴിച്ച ഉടനെ എനിക്ക് ചോറ് അല്ലെങ്കിൽ ഒരു വിയേർഡ് ഹാബിറ്റ് പറഞ്ഞേ. ചാച്ചനെ ഞാൻ പറയാൻ പോയാൽ നിങ്ങളല്ലേ ഇവിടെ ഓടും. അത് പറയണ്ടേ? സാറയുടെ പറ. അതായിട്ട് ചാച്ച എനിക്ക് ശരിക്കും വിയേഡ് എന്താണോ ഉള്ളത്? ഞാൻ ആലോചിക്കുന്നത് വീടായിട്ടുള്ളത് ഇല്ല. അത് ഫോൺ തന്നെ ആയിരിക്കും. അല്ല, ഫോൺ വിയേഡ് എവിടെയെങ്കിലും റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചോണ്ടല്ലോ, ഇവിടെ ആ റെസ്റ്റോറന്റിൽ നിന്ന് വാ കഴുകത്തില്ല. ഭയങ്കര വൃത്തിയുടെ സ്വഭാവം. എനിക്ക് ഇഷ്ടമല്ല. എന്താ പറയാ, അവിടുത്തെ വെള്ളം അഴുക്കാ എന്നാ പറയാ. ഞാൻ അവിടുത്തെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കത്തില്ല. ഞാൻ ചോദിച്ചു അപ്പൊ നീ ഈ വാ കഴുകാതിരിക്കുന്നത് വൃത്തികേടല്ലേ? പിന്നെ എന്നിട്ട് പുറത്ത് പോയി മിനറൽ വാട്ടർ അതുമെല്ലാം മേടിച്ച് കഴിക്കും. ശരിക്കും വിയേഡല്ലടാ, ഞാൻ OCD ആളാടാ. ഏത് ഹോട്ടലിൽ കയറിയാലും ഏത് റെസ്റ്റോറന്റിൽ 5-star ഹോട്ടലിൽ കയറിയാലും അങ്ങനെ ഒരു വൃത്തിയുടെ സ്വഭാവം. പക്ഷെ ചാച്ചന്റെ ഞാൻ പറഞ്ഞ നിങ്ങളൊക്കെ സൗണ്ട് വെച്ച് കേൾപ്പിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെല്ലാരും ദിവസം ഒന്ന് വീതം വിടും. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലായി. എന്താ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ക്ലിയർ ആയി കേട്ടില്ല. വേണ്ടേ? മനസ്സിലായി. ഞാൻ സ്പെല്ലിംഗ് പറയട്ടെ? വേണ്ട, നീ ഒരു സ്പെല്ലിങ്ങും പറയണ്ട. എന്നെ മാറ്റിക്കും. വേറൊരു കാര്യമുണ്ട് ചേച്ചി, ഞാൻ വേറൊരു കാര്യം പറ്റും. പക്ഷെ അത് അല്ല, എന്നെ വേറൊരു കാര്യമുണ്ട്. അത് എനിക്ക് അത്ര ദോഷകരമല്ല കേട്ടോ. വളരെ ചാച്ചൻ വളരെ നല്ല എന്നെ ഡീപ്പായിട്ട് അറിയുന്നവർക്കെല്ലാം ഒരു ദിവസം ഉണ്ടല്ലോ, ഞങ്ങൾ ഭയങ്കര റൊമാൻസിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ചേച്ചി കേക്ക് അല്ല എന്നെ കേക്ക് റൊമാൻസിൽ ഇങ്ങനെ ഇരിക്കുവാ. അപ്പത്തേക്കും എന്തോ വലിയ ഫണ്ണി കാര്യം പറയുമ്പോ ചാച്ചനോടെ അവസ്ഥ. പക്ഷെ നല്ലതല്ലേ? എന്റെ പപ്പ എപ്പോഴും പറയും ആരോഗ്യമുള്ള ശരീരത്തിനാണ് ദിവസേന ഒന്ന് വീതം. അതൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആളാണ്. അത് OCD പ്രോബ്ലം ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് പറയാ, നിങ്ങൾ മിണ്ടായിരിക്കും. വൃത്തികേട് അവന് ഞാനിപ്പോഴും ഇങ്ങനെ വീടായിട്ട് ഇങ്ങനെ അവനെ, കാരണം അവൻ അങ്ങനെ റിയാക്ട് ചെയ്താണ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വീടായിട്ടുള്ള കാര്യം തന്നെ പറയാം. അപ്പൊ മലപ്പിള്ളാരുടെ കൂടെ വരണ്ടായിരുന്നു. ചാച്ച ഒരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചു മത്സരം വെച്ച് തോപ്പിക്കാനുണ്ടോടി എന്നെ? ഇതിന്റെ മത്സരം ഇതിന്റെ മത്സരം കട്ട് ചെയ്യല് കേട്ടോ. കട്ട് ചെയ്ത് ചേട്ടനെ ഞാൻ കൊല്ലും. ഞാൻ പോകുന്നതിന് മുമ്പ് ചേട്ടന്റെ പേര് പറയണം കേട്ടോ. അശ്മിൻ. ഈ പോഷൻ കട്ട് ചെയ്ത് ഞാൻ ചേട്ടനെ ഞാൻ വീട്ടിൽ വന്ന് തപ്പിയെടുക്കും. ചാക്കയ്ക്ക് ഒരു അവാർഡ് തരണം കേട്ടോ. അല്ലേ? മനസ്സിലായി. എല്ലാം തുറന്നു പറയും. പാവം കുട്ടി. ഇല്ല, ഞാൻ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു പറയട്ടെ എന്ന്. ഇല്ല, എന്നോട് ചോദിച്ചില്ല. ചോദിച്ചില്ലേ? തന്നെ മനസ്സിലായിരിക്കും ചോദിച്ചത്. ഇപ്പൊ സാറൊക്കെ നമുക്കറിയാലോ, ഫുഡ് കൊടുക്കാതെ കുട്ടീനെ ഒരു മണിക്കൂർ പോലും നമുക്ക് ഇരുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ജ്യൂസിൽ ഇപ്പൊ ഞങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ചാക്കോ, സാറേനെ ഇമോഷണൽ ഡാമേജ് ആക്കാൻ പറ്റിയ ഒരു വെപ്പൺ ഏതായിരിക്കും? ആ ഒരു കാര്യത്തില് സാറിനെ നമുക്ക് തളർത്തി ഇരുത്താൻ പറ്റും, അങ്ങനെ ഒരു വെപ്പൺ ഉണ്ടോ? ഇപ്പൊ നമ്മള് റെസ്റ്റോറന്റിൽ ചെന്നിട്ടേ ഞാൻ പറയും ഇവക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒറ്റയിരിപ്പ അങ്ങനെ കരങ്ങിട്ട് വരുന്നുണ്ട് അവിടെ ഇരുന്ന്. റെസ്റ്റോറന്റിൽ ഇരുന്ന് കരങ്ങിട്ടുണ്ട്. എനിക്കത് പിന്നെ വേറെ വേണ്ട, അത് മേടിച്ച് കഴിച്ചിട്ടേ പോത്തുള്ളൂ. അതാണ് ഇമോഷണൽ ഡാമേജ് ആക്കാൻ പറ്റിയത്. ഇമോഷണൽ ഡാമേജ് വേറെ ഒന്നും നമുക്ക് പറ്റില്ല. വേറെ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. ചാക്കോനെ എങ്ങനെ ഒരു ഇമോഷണൽ ഡാമേജ് ആക്കണം എന്ന് വിചാരിച്ച എന്ത് ചെയ്താലേ? അതാണെങ്കിൽ ഇടയ്ക്ക് ചാച്ചൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ചാച്ചൻ കേൾക്കുമല്ലോ. കേൾക്കുമ്പോ എനിക്കങ്ങ് കുന്തളിക്കും. അപ്പൊ കുന്തളിച്ച് കഴിയുമ്പോ ഞാൻ പറയുന്ന ചാച്ചൻ ഞാനൊരു ചെറുത് എടുത്ത് ചോദിക്കും. അപ്പൊ ചാച്ചൻ അതിന് ഓക്കെ പറയും. എന്നിട്ട് ഞാൻ പറയും ചാച്ചൻ ഞാൻ ചുമ്മാ പറഞ്ഞാന്ന്. അപ്പൊ ചാച്ചൻ കരയും. അതൊരു ഇമോഷണൽ ഡാമേജ് അല്ലേ, അത് ആമ്പിള്ളേർക്കേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സെഗ്മെന്റ് 2 പോവാണേ.